ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഹീറോയിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവളും വന്ന് നോക്കിയാല് നിറയെ വെറൈറ്റി ഡിസേർട്ട് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹീറോ. എല്ലാം ഹീറോയിന് വേണ്ടിയാണ്. അവളും ഹാപ്പി ആയിട്ട് വന്നിരുന്ന് കഴിക്കുന്നത് നോക്കി നമ്മുടെ ഈ കേസ് ടെർമിനേറ്റ് ആയില്ലേ. സോ 2 ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാം എന്നാ തീരുമാനിച്ചിരിക്കുന്നത്. നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറ, പോകാം. ഇല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരുന്ന് കഴിക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഇവളൊന്നും അറിയാത്ത പോലെ അവന് നോക്കുന്നുണ്ട്. ടിക്കറ്റ് അത്രയും പെട്ടെന്ന് ഒന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയും. അപ്പോ അത് തെറ്റല്ലേ ബോസ്, നമ്മളും ബിസിനസ് ട്രിപ്പിലല്ലേ ഉള്ളതെന്ന് ഹീറോയിൻ ചോദിച്ചാല് ഇതിലെന്താ ഉള്ളത്, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല, നീ വേണം നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞതും ശരി എന്നാ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലോ എന്ന് ചോദിക്കുവാണ്. എന്ത് അമ്യൂസ്മെന്റ് പാർക്കിലോ, നീ എന്താ കൊച്ചുകുട്ടിയാണോ, അവിടെ പോയി എന്റെ ഈ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞതും നിങ്ങളല്ലേ പറഞ്ഞത് എവിടെ വേണമെങ്കിലും പോകുക എന്ന്, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത് ചോദിക്കും. ഞാനാണോ അങ്ങനെ പറഞ്ഞത്, നിന്റെ കയ്യിൽ അതിന് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് നോക്കിയാൽ ഇവൻ സംസാരിച്ചതൊക്കെ ഇവള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കേൾപ്പിച്ചു കൊടുത്തതും ഹീറോയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല, അവന്റെ വായടഞ്ഞു പോയി. ഇപ്പോ ഹീറോയിന് പെട്ടെന്ന് ഫോൺ നോക്കി, ബോസ് ആ വങ്ങിന്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയി, ആരെങ്കിലും എന്റെ ഫോൺ ഹാക്ക് ചെയ്ത് കാണുമോ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, അത് ഞാൻ തന്നെയാണ് ഡിലീറ്റ് ചെയ്തത്, നിനക്ക് ആ ബാഡ് മെമ്മറി വേണ്ട, അത് കാണെ അത് തന്നെ നിനക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് പറയും. ഇത് കേട്ട ഹീറോയിനും അവളുടെ മനസ്സില് നീ ജസ്റ്റ് അവരുടെ ഒരു എംപ്ലോയി മാത്രമാണ്, ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവള് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പൊ കട്ട് ചെയ്താല് ഹീറോയിന്റെ ആഗ്രഹം പോലെ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞു. വന്നതും ഹീറോയിൻ എന്തോ ഗെയിം കളിക്കാൻ വേണ്ടി അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ഗെയിം കളിക്കാൻ പറ്റില്ല, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിൽക്കും. ബോസ് നിൽക്ക്, ഇത് എത്ര ക്യൂട്ടാണെന്ന് നോക്ക്, ലിമിറ്റഡ് എഡിഷൻ കൂടിയാണ്, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആ ഡോൾ അവള് തൊട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും ഹീറോ സമ്മതിക്കുന്നില്ല. ശരി, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗണ്ണ് പിടിച്ച് പോയിന്റ് ചെയ്ത് ഭയങ്കര കാര്യത്തിലൊക്കെ ഷൂട്ട് ചെയ്താല് ബലൂണിന്റെ അടുത്ത് കൂടി പോലും അത് കടന്നു പോകുന്നില്ല. ഹീറോയ്ക്ക് ഇവള് ചെയ്യുന്നതൊക്കെ കണ്ട് നാണക്കേടാകുന്നുണ്ട്. അവൻ മുഖം പൊത്തി സൈഡിൽ മാറി നിൽക്കുവാണ്. അപ്പോ നോക്കിയാല് അതേപോലെ ഒരു ഡോളിന് വേണ്ടി ഒരു കപ്പിൾസ് ഗെയിം കളിക്കുന്നുണ്ട്. അതില് ബോയ് ഫ്രണ്ട് വിൻ ചെയ്ത് ഗേൾ ഫ്രണ്ടിന് വാങ്ങി കൊടുക്കുവാണ്. ഇത് കണ്ട ഹീറോയിനും ജലസായി, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഫീലായി എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട് ഹീറോ ഹേയ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചേർന്ന് നിന്ന് അവളുടെ കയ്യിലേക്ക് ഗണ്ണ് ചേർത്ത് പിടിച്ചിട്ട് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പടപടാന്ന് ബലൂൺസ് ഒക്കെ പൊട്ടി വീഴുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ ആർച്ചറിയിൽ ഒരു പുലിയാണല്ലോ. ഹീറോയിനും വായും പൊളിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ നീ നോക്കുന്നേ, നിനക്ക് ഡോള് വേണോ വേണ്ടയോ, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി അത് വാങ്ങി കൊടുക്കുവാണ്. കടക്കാരൻ ഹീറോയിനോട് നിന്റെ ബോയ് ഫ്രണ്ട് സൂപ്പർ ആണല്ലോ മോളെ എന്ന് ചോദിച്ചാല് അയ്യോ ഇവരെന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഇതെന്റെ ബോസ് ആണെന്ന് പറഞ്ഞ് അവള് തിരുത്തുവാണ്. ഇത് കേട്ട് ഹീറോയ്ക്ക് ടെൻഷനായി. അവൻ ആ ഡോള് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയെടുക്കും. ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ അത് വാങ്ങിയതെന്ന് ചോദിച്ചാല് ഇത് ഞാനാണ് വിൻ ചെയ്ത് വാങ്ങിയത്, അപ്പൊ ഇത് എന്റെ ആണെന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ നെക്സ്റ്റ് റോളർ കോസ്റ്റർ റൈഡിൽ കയറാൻ നിൽക്കുവാണ്. ഈ റൈഡാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയത്. അങ്ങനെ അതിന്റെ ഉച്ചിയിലെത്തുമ്പോ എന്റെ വിഷ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുവാണെന്ന് ഹീറോയിൻ പറയുവാണ്. ആട്ടെ എന്താ നിന്റെ വിഷ് എന്ന് ചോദിച്ചാല് പണക്കാരിയാകണം, എനിക്കും നിങ്ങളെ പോലെ ഒരു റിച്ച് ലോയർ ആകണമെന്ന് അവള് പറയുവാണ്. അതിന് നീ നിറയെ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന് ഹീറോ പറയുവാണ്. ബോസ് ലൈഫിൽ കുറച്ചെങ്കിലും ഹാപ്പി മൊമെന്റ്സ് വേണം, എന്നാലേ ലൈഫിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. ശരി അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എത്ര ഹാപ്പി മൊമെന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാല് ഹീറോയ്ക്ക് ഹീറോയിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈംസ് ആണ് മനസ്സിൽ വരുന്നത്. അതിൽ അവൻ മുഴുകി നിൽക്കുമ്പോ ബോസ് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ച് അവള് കൈ കാട്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സൈഡിലേക്ക് മാറി നിന്നോ, ഞാൻ എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് പറയും. ഇല്ലില്ല, വന്നത് വന്നു, വെച്ച കാല് പുറകോട്ട് വെക്കുന്ന രീതി എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ ഡയലോഗ് അടിക്കുവാണ്. ഡയലോഗിന് മാത്രം ഒരു കുറവില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും ഹീറോയെ കൂട്ടി റൈഡിന് വേണ്ടി വന്നിരുന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ വിഷ് മേക്ക് ചെയ്യാൻ നീ റെഡി ആണെന്ന് ഹീറോ ചോദിച്ചാല് തീർച്ചയായും, പക്ഷെ നിങ്ങളോട് അത് പറയില്ലെന്ന് അവൾ പറയും. അങ്ങനെ റൈഡും സ്റ്റാർട്ടായി. ഇപ്പോ ഹീറോയിൻ ഹീറോയെ നോക്കി എനിക്ക് എപ്പോഴും ക്യുൻഹയുടെ കൂടെ ഉണ്ടാകണം, അതാണ് എന്റെ വിഷ് എന്ന് പറഞ്ഞ് അവള് പ്രാർത്ഥിച്ചിട്ട് ആ റൈഡും വളരെ ജോളി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്.
അതാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും മലന്നൊക്കെ പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഹീറോയിനും കാറി കൂവുന്നുണ്ട്. ഹീറോ വളരെ കൂളായിട്ടാണ് ഉള്ളത്. ഇപ്പൊ ഒരു വഴി ആ റൈഡും അവസാനിച്ച് വന്നിറങ്ങിയതും ഇവൾക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വന്നത് അങ്ങനെ തിരിച്ചിറക്കിയിട്ട് എനിക്ക് എന്തുപോലെ തോന്നുന്നെന്ന് പറഞ്ഞാല് ഹീറോ എന്നാ വാ വാ പോകാം എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാണ്. നെക്സ്റ്റ് ഇപ്പോ അക്വേറിയം പാർക്കിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. പക്ഷെ ഹീറോയ്ക്ക് അവൾ എന്ത് വിഷയാണ് ചെയ്തതെന്ന് അറിയാതെ സമാധാനമില്ല. നീ എന്ത് വിഷ ചെയ്തത്, എന്താ പ്രാർത്ഥിച്ചതെന്നൊക്കെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ബോസ്, റിച്ച് ആകണമെന്നാ പ്രാർത്ഥിച്ചത്, അല്ലാതെ വേറെ എന്താന്ന് അവള് കള്ളം പറയും. ഇവനും ശരിയെന്ന് പറഞ്ഞിട്ട് ആ മീനുകളെ നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇവൻ അറിയാതെ അവൾ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചത് ബോസ് എന്ന് പറയും. ഹീറോ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കിയതും ഇവൾ ഒന്നും അറിയാത്ത പോലെ ആക്ടിങ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ പെട്ടെന്ന് ഹീറോ, എന്റെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നാല് നീ എവിടെ പോകുമെന്ന് ചോദിക്കുവാണ്. നേച്ചറുമായിട്ട് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന സ്ഥലം, സൺറൈസ്, സ്റ്റാർ, ഫ്ലവേഴ്സ് ഒക്കെ വളരെ നന്നായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്, ഇവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതിന് താങ്ക് യു ബോസ് എന്ന് പറയാണ്. അപ്പോ ഹീറോ, കാട്ടിനുള്ളില് അഡ്വഞ്ചറസ് ആയ ഒരു ട്രെക്കിംഗ് ആണെങ്കിൽ അതിലും സൂപ്പർ ആയിരിക്കും എന്ന് പറയും. അയ്യോ ബോസ്, അപ്പൊ നിങ്ങൾക്ക് പാമ്പിനെ പേടിയില്ലേ? പാമ്പിനെയോ? ഞാൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൊ നിങ്ങൾക്ക് പട്ടീനെ മാത്രമേ പേടിയുള്ളൂ എന്ന് ചോദിച്ച് അവൻ ഇൻസൾട്ട് ചെയ്ത് വിടുന്നുണ്ട്. പാവം ഹീറോയ്ക്ക് വായടഞ്ഞു പോകുവാണ്. ഇപ്പോ ഹീറോയിനും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ എന്ന് വളരെ സന്തോഷത്തിൽ അവള് ചോദിക്കുവാണ്. ഇത് കേട്ടതും ഹീറോയുടെ മുഖം ആകെ മാറുന്നുണ്ട്. അത് ശരി, അപ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ, ഇതിനു വേണ്ടിയാണോ നീ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാല് അയ്യോ അങ്ങനെയല്ല ബോസ്, ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയല്ല, റൂമിൽ ചെന്ന് 5000 തവണ ഇമ്പോസിഷൻ എഴുതി എന്നെ കാണിച്ചിട്ട് നീ ഇന്ന് ഉറങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ നടന്നു പോകുവാണ്. എന്തിന്? ഞാനൊരു സിംഗിൾ ഗേൾ അല്ലേ, എന്റെ ഫ്യൂച്ചർ ലവിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ലേ? നിങ്ങൾ എന്റെ ബോസ് അല്ലേ, നിങ്ങൾ എന്തിനാ കെയർ ചെയ്യുന്നതെന്ന് ചോദിക്കും. അഫ്കോഴ്സ് എനിക്ക് അത് കെയർ ചെയ്യണം, കാരണം അത്രയ്ക്കും നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. ഇത് കേട്ട ഹീറോയിനും കണ്ണു തള്ളി നിന്ന് പോകുന്നുണ്ട്. ഹീറോയും അങ്ങനെ നോക്കി നിൽക്കുവാണ്. കുറെ നേരം നോക്കി നിന്നവള് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഓടിക്കളയും. ഉള്ളിലേക്ക് വന്ന ഇവളും ബോസ് അങ്ങനെ മീൻ ചെയ്ത് പറഞ്ഞതായിരിക്കോ, അവരെന്റെ ബോസ് ആണ്, അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യും, അവർക്ക് ഞാൻ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയുന്നു. ഇതിന്റെ അർത്ഥം ചേച്ചേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. യോയോ നീ ഓവറായിട്ട് തിങ്ക് ചെയ്യുവാണ്, ബോസിന്റെ കൂടെ പുറത്ത് വന്നിരിക്കുവാണ്, ഇത് തന്നെ വലിയ കാര്യം. ഇനിയും 1 ഡേ കൂടിയുണ്ട്, സോ ഒന്നിനെ കുറിച്ചും കാട് കയറി ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ നിന്ന് പിറുപിറുത്തുകൊണ്ടേ നിൽക്കുവാണ്. ഇവിടെ നോക്കിയാല് പുറത്ത് ഹീറോ അവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നീ എനിക്ക് സ്പെഷ്യൽ ആണ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ കെയർ ചെയ്യുമെന്ന് ഇവൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരു ബോസ് എന്ന നിലയില് നമ്മുടെ എംപ്ലോയീസിനെ നമ്മളല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അത് തന്നെയല്ലേ ഞാനും ചെയ്യുന്നുള്ളൂ, ഇതിലെന്താ ഇപ്പൊ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ ഇവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടേന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ചെക്കൻ വന്ന്, എക്സ്ക്യൂസ് മീ, എന്റെ ഗേൾ ഫ്രണ്ടിന് ഈ ഡോള് വേണമായിരുന്നു, ഇത് നിങ്ങൾ എനിക്ക് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഹീറോ അവനെ അടിമുടി നോക്കിയിട്ട് നീ എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കും. അവൻ ഇപ്പോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പഠിക്കുന്ന പ്രായത്തില് നീ എന്താ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നിനക്കൊക്കെ ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുമല്ലേ, വല്ലതിലും പാസ്സായോ എന്ന് ചോദിച്ചാല് അവൻ ഇല്ലെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നീ പഠിച്ച് വലിയ ആളായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് അവിടെ നിന്ന് അവന് വലിയൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് പാവൻ ചെക്കൻ സോറി പറഞ്ഞിട്ട് പോകുന്ന രീതിയിലാക്കി വിടുന്നുണ്ട്. അവൻ പോകാൻ തുടങ്ങിയതും നിൽക്ക്, ഇത് റെസ്റ്റോറന്റിന്റെ ടിക്കറ്റ് ആണ്, നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡ് വാങ്ങി കൊടുത്ത് കഴിക്കേ. ലവ് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ നീ പഠിക്കണം, പഠിച്ചാലേ നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകുമെന്ന് പറഞ്ഞ് അവനെ ഉപദേശിച്ച് വിടുവാണ്. ഇതൊക്കെ ഹീറോയിൻ വന്ന് കണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്താല് രണ്ടുപേര് റൂമിലേക്ക് എത്തി. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാല് അതേ ബോസ്, ഒരു ഡ്രീം പോലെ ഉണ്ടായിരുന്നെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മോളിപ്പോ ചെന്ന് എഴുതാൻ തുടങ്ങ്, ഒരു സീൻ പോലും വിടാതെ ഞാൻ പറഞ്ഞതൊക്കെ എഴുതെന്ന് പറയും. എന്ത് ബോസ് ഇപ്പോഴോ? അതെ ഇപ്പോ തന്നെ, ഇവിടെ തന്നെ ഇരുന്ന് എഴുതെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുവാണ്. ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് എഴുതാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയ്ക്ക് തീരെ ഉറക്കം വരുന്നില്ല. പക്ഷെ ഇവൾക്ക് അങ്ങനെയല്ലല്ലോ, എഴുതി അവൾക്ക് ടയേർഡായി പാതിയില് നന്നായിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ട് ഹീറോ എഴുന്നേറ്റ് വന്ന് ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ശരി എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുവാണ്. നോക്കിയാല് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഇമ്പോസിഷൻ പോലെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ഒന്നുപോലും വിടാതെ അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്യുൻഹെ സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ആ ടൈം അങ്ങനെ എനിക്ക് വേണ്ടി സക്സസ്ഫുൾ ആയിട്ട് വേസ്റ്റ് ചെയ്തിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഹീറോ ചിരിച്ചിട്ട് വന്നിരുന്ന് ഇന്ന് നടന്ന മൊമെന്റ്സ് ഒക്കെ ഓർത്ത് നോക്കി ഹീറോയിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ്. നോക്കിയാല് ആ ഡോളിന് ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റി പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്.
അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.